രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദേശമാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. Heartfelt congratulations to V.D. Sadishan ji, who has taken the oath as the Chief Minister of Kerala. I extend my best wishes for his tenure to fulfill the aspirations of the people. The central government assures the newly formed Kerala government of all possible support. അഭിനന്ദിക്കുകയാണ് ടീം VDSനെ. കേന്ദ്ര സർക്കാർ എല്ലാ പിന്തുണയും നൽകും. കേന്ദ്ര സർക്കാർ കേരള സർക്കാരിനൊപ്പം ഉണ്ടാകും എന്നുള്ള വാക്കുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് വരികയാണ്. എല്ലാ ആശംസകളും എല്ലാ അഭിനന്ദനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി V.D. സതീശനെയും മന്ത്രിസഭയെയും അറിയിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാരിനുണ്ടാകും എന്നുകൂടി ഈ പോസ്റ്റിലൂടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അറിയിക്കുന്നു. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ നമ്മളിങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കാരണം ഈ തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും ചർച്ചയായത് ഇന്ദിരാ ഗ്യാരണ്ടി തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങൾ ഓരോ പ്രഖ്യാപനങ്ങളും വിശ്വസിച്ചുകൊണ്ടാണ് UDF-ന് വോട്ട് ചെയ്തത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനം KSRTC-യിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയാണ്. എനിക്ക് ഓർമ്മയുണ്ട് V.D. സതീശൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പറഞ്ഞ ഒരു പെൺകുട്ടിയോട് പറഞ്ഞ വാചകം, ട്രിപ്പൊക്കെ പോവാൻ തയ്യാറായിക്കോളൂ, ഇനി സൗജന്യമായിരിക്കും. അപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ, കേരളത്തിലെ വനിതകൾ, കേരളത്തിലെ പെൺകുട്ടികൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എവിടേക്കും ഞങ്ങൾക്ക് പോകാൻ ഇനി KSRTC-യിൽ സൗജന്യമായിരിക്കും. യാത്ര പോകാൻ, പഠിക്കാൻ പോകാൻ, കോളേജിൽ പോകാൻ, ഓഫീസിൽ പോകാൻ യാത്ര സൗജന്യമാണ് എന്നുള്ള ആ വാഗ്ദാനം അതായിരിക്കുമോ ആദ്യത്തെ ഉത്തരവ്? അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അതല്ല ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്, പല പ്രഖ്യാപനങ്ങൾ, പല ഗ്യാരണ്ടികൾ. വാഗ്ദാനങ്ങളിൽ വെറും വാക്കല്ല, അത് നടപ്പിലാക്കാൻ പോകുന്ന സർക്കാരാണ് എന്നാണ്. ഇനി പെർഫോമൻസിന്റെ സമയമാണ്, ഇനി ഡെലിവറിയുടെ സമയമാണ്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നു. വലിയ തിരക്കാണ് കേട്ടോ. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ സെൻട്രൽ സ്റ്റേഡിയത്തിലാണെങ്കിലും ശരി, രാവിലെ 7 മണിയോടുകൂടി പാസ് കിട്ടിയ ആളുകളൊക്കെ അകത്ത് കയറി. അത് കഴിഞ്ഞും ആ സത്യപ്രതിജ്ഞാ ചടങ്ങൊന്ന് കാണാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് V.D. സതീശൻ മുഖ്യമന്ത്രിയാകുന്ന ആ നിമിഷം കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന വലിയ ജനാവലിയാണ് സെൻട്രൽ സ്റ്റേഡിയത്തിന് അകത്തും പുറത്തുമൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നത്. 21-അംഗ മന്ത്രിസഭ ചുമതലയേറ്റു, അധികാരമേറ്റു. പ്രധാനമന്ത്രിയുടെ ആശംസകൾ വരുന്നു. തെലങ്കാന മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രി, ഹിമാചൽ പ്രദേശിന്റെ മുഖ്യമന്ത്രി, ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരൊക്കെ ചടങ്ങിനെത്തി. രാഹുൽ ഗാന്ധി എത്തി, പ്രിയങ്ക ഗാന്ധി എത്തി, മല്ലികാർജുൻ ഖാർഗെ എത്തി. ഒരാളെ കൂടി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, മലയാളികൾ പ്രതീക്ഷിച്ചിരുന്നു, അത് ജോസഫ് വിജയ് ആയിരുന്നു. പക്ഷെ വരാൻ കഴിഞ്ഞില്ല. അവിടെയും ഇപ്പോൾ മന്ത്രിസഭയൊക്കെ ആയതേ ഉള്ളൂ. അത് മാത്രമല്ല, വിജയ് വന്നാലുണ്ടാകുന്ന തിരക്ക്, വിജയെ കാണാൻ വരുന്ന ആരാധകർ, അവരെ നിയന്ത്രിക്കാൻ വലിയ പ്രയാസമായിരിക്കും എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.